നമസ്കാരം. കാലവർഷത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയപ്പോഴേ വിള്ളലും മണ്ണിടിച്ചിലുമായി കേരളത്തിലെ ദേശീയപാത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന അവകാശവാദങ്ങളെ നോക്കുകുത്തിയാക്കിയിരിക്കുന്നു. വേണ്ടത്ര പഠനങ്ങൾ നടത്താതെ കരാറുകാരുടെ അശാസ്ത്രീയ നിർമ്മാണ രീതികളാണ് അപകടകരമായ മണ്ണിടിച്ചിലിന്റെ പ്രധാന കാരണങ്ങൾ. ഫ്ലക്സ് വെച്ചും പ്രസംഗിച്ചും വികസനത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിച്ചവർ ഇടിഞ്ഞു തകർന്ന റോഡുകളുടെ ബാധ്യതയ്ക്ക് തലവെക്കാതെ ഒഴിഞ്ഞു നിൽക്കുകയാണോ? പാരിസ്ഥിതിക ഘടകങ്ങൾ കണക്കിലെടുക്കാതെ അശാസ്ത്രീയ നിർമ്മാണ രീതിയിൽ ഇളകി വീഴുന്ന ദേശീയപാതയിൽ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ആര് ഉത്തരം നൽകും? അടിയിളകുന്ന അതിവേഗ പാതകളോ നമ്മുടേത്? എൻകൗണ്ടർ പ്രൈമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല. ഇതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്തം. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഹൈവേ പണിതു എന്നതിൻ്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല. CPM-നെ പ്രതിനിധീകരിച്ച് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ VPP മുസ്തഫ, കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJP പ്രതിനിധീകരിച്ച് ശ്രീ PR ശിവശങ്കർ, പൊതുപ്രവർത്തകൻ സാമൂഹിക നിരീക്ഷകൻ ശ്രീ ഡിജോ കാപ്പൻ എന്നിവർ. ശ്രീ VPP മുസ്തഫ, സർക്കാരിന് വീണ്ടും ഒരു മൂന്നാം ഊഴത്തിന് വേണ്ടി നിൽക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ വേളയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതും അവകാശപ്പെട്ടതും കേരളത്തിൻ്റെ വികസന മുന്നേറ്റങ്ങളെ കുറിച്ചാണ്. അതിലെടുത്തു പറഞ്ഞൊരു ഭാഗമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ദേശീയപാത വികസനത്തിന് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന ഒരുക്കിയ സംവിധാനങ്ങൾ. അത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ക്രെഡിറ്റ് എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇപ്പോൾ മലപ്പുറം കൂരിയാട് നമ്മൾ കണ്ടത് അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഭാഗമായി അവിടുത്തെ പാരിസ്ഥിതികമായ സവിശേഷതകൾ, ആ ഭൂപ്രകൃതി പഠിക്കാതെ അവിടെ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകൾ മൂലം മണ്ണിടിഞ്ഞു വീഴുന്നതും വലിയ അപകടങ്ങൾക്ക് ഇടവെക്കുന്ന തരത്തിലുള്ള അപായ സൂചനകൾ പുറത്തു വരുന്നതുമാണ്. ടാറിട്ട മേൽപ്പാലങ്ങളിലെ റോഡിൽ പേര് വിള്ളൽ കാണാൻ തുടങ്ങി. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തയും സമാന സ്വഭാവത്തിലുള്ളതാണ്. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ വികസന നേട്ടത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ദേശീയപാതയിലെ ഈ പാളിച്ചകൾക്ക് ആര് സമാധാനം പറയും? ഗോപീഷൻ, കേരളത്തിലെ ദേശീയപാത 66-ന്റെ വിപുലീകരണം സാധ്യമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണെന്ന് എല്ലാവർക്കും സുവ്യക്തമായ കാര്യമാണ്. ആ കാര്യം സ്വാഭാവികമായിട്ടും ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ അവകാശവാദം തന്നെയാണ്. 2011-16 കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ UDF ഗവൺമെന്റിന്റെ കാലത്ത് ദേശീയപാത വികസനത്തിന് വേണ്ടിയിട്ടുള്ള ധാരാളം ചർച്ചകൾ നിരവധി തവണ നടന്നതാണ്. ആ കാലത്തല്ല അത് തുടങ്ങുന്നത്, അതിന് മുമ്പേ തുടങ്ങുന്നുണ്ട്. 2006-11 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അതിനു മുമ്പുള്ള UDF ഗവൺമെന്റിന്റെ കാലത്തുമെല്ലാം കേരളത്തിലെ ദേശീയപാത വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അത് കേന്ദ്രത്തിൽ UPA ഭരിക്കുന്ന കാലം തൊട്ട് വരുന്നുണ്ട്. പക്ഷെ അന്നൊന്നും കേരളത്തിൽ ഈ ദേശീയപാത വികസനത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന് പ്രധാനമായിട്ടുള്ള തടസ്സം ഈ വീതി എത്ര വേണം എന്നുള്ളതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡം അനുസരിച്ച് 45 മീറ്റർ വീതിയിൽ മാത്രമേ അവർ ദേശീയപാത വികസനം ഏറ്റെടുക്കുന്നുള്ളൂ. കേരളത്തിലെ ജനസാന്ദ്രത, നമ്മുടെ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, ഇതിന്റെ എല്ലാം പ്രശ്നം മൂലം ഈ 45 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ വലിയ നിലയിലുള്ള അസ്വസ്ഥതകൾ കേരളത്തിൽ ഉണ്ടായി. അതുകൊണ്ട് 2001-6 കാലത്തെ UDF ഗവൺമെന്റ്, 2006-11 കാലത്തെ LDF ഗവൺമെന്റ്, 2011-16 കാലത്തെ UDF ഗവൺമെന്റ് ഒരു നിശ്ചിത തീരുമാനത്തിലെത്തി അക്കാര്യത്തിൽ ഒരു അന്തിമമായ നിലപാടെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. UDF ഗവൺമെന്റിന്റെ കാലത്ത് ഈ വിഷയത്തിൽ സർവകക്ഷി മീറ്റിംഗ് വിളിച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. അന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നേരിട്ട് ആ യോഗത്തിൽ പങ്കെടുത്തു. 45 മീറ്റർ വീതിയിൽ തന്നെ വേണം, ഭാവി കൂടി കാണണം. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ കൂടി കാണുമ്പോൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ
കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി വരുന്ന ഈ ദേശീയപാത 66 കർണാടക മംഗലാപുരം വരെ 45 മീറ്റർ വീതിയിലാണ്. അതുകൊണ്ട് കന്യാകുമാരി വരെയും അങ്ങനെ തന്നെ പോകേണ്ടതുണ്ട് എന്ന നിലപാട് അന്ന് പ്രതിപക്ഷത്തായിരുന്ന CPIM UDF ഓൾ പാർട്ടി മീറ്റിംഗിൽ, ഗവൺമെന്റ് വിളിച്ച ഓൾ പാർട്ടി മീറ്റിംഗിൽ അറിയിച്ചതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ UDF ഗവൺമെന്റ് ആ നിലപാടിൽ മുന്നോട്ട് പോയില്ല. അവര് ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇത് നടക്കില്ല. അല്ല, ഞാൻ എടുക്കുന്ന പറയട്ടെ ശ്രീ VPP മുസ്തഫ, അതായത് ഈ ദേശീയപാത വികസനം സാധ്യമാക്കിയതാര്, അതിന്റെ പിന്നാമ്പുറ വഴികൾ എന്നതല്ലല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ മണ്ണിടിച്ചിലിനും അപകടകരമായ സ്ഥിതിവിശേഷത്തിന്റെയും ഉത്തരവാദികൾ ആര് എന്നതിലേക്ക് താങ്കൾ വരുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതിലെ അപാകതകൾ സംബന്ധിച്ച കാര്യങ്ങളിലാണെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ വീഴ്ചകൾ സംബന്ധിച്ച് ഇപ്പോൾ അതിലുപയോഗിക്കുന്ന ഈ RE ബ്ലോക്കുകൾ, അതായത് അതിൻ്റെ ആ സിമെന്റ് കട്ടകൾ, അത് 12 മീറ്റർ വരെ ഇടേണ്ട സ്ഥലത്ത് 16 മീറ്ററിലേക്ക് അത് കടക്കുകയും അവിടെ തൂണോ അതല്ലെങ്കിൽ സ്ലാബോ വേണം എന്ന നിയമം, ആ ചട്ടം ലംഘിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. PWD ബോർഡ് നൽകുന്ന ഡിസൈനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് നിർമ്മാണം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ തകർന്ന് വീഴുന്ന, ഈ മണ്ണിടിഞ്ഞ് വീഴുന്ന ഈ ദേശീയപാത 66-ലെ ഈ പോരായ്മകളുടെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ടോ ഇല്ലയോ? താങ്കളുടെ ആദ്യത്തെ ചോദ്യം മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്തോ വലിയ അമിതമായ ഒരു അവകാശവാദം ഉന്നയിക്കുന്നു എന്നാണ്. ഇപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ ഇടയായ സാഹചര്യം വിശദീകരിക്കേണ്ടത് കൊണ്ടാണ് അതിന്റെ നേരത്തെയുള്ള പശ്ചാത്തലം പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് 2016 മുമ്പ് അടച്ചുപൂട്ടിപ്പോയി ദേശീയപാത അതോറിറ്റി. അങ്ങനെ അടച്ചുപൂട്ടിയതിൽ വേറെ ഒരു തുടർച്ചയും നടത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ ദേശീയപാത വികസനം നടക്കുമായിരുന്നില്ല. ഈ പറയുന്ന തകർച്ചയും ഉണ്ടാകുമായിരുന്നില്ല. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഒരു സ്കോപ്പും ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ വന്നത്? 2016 അധികാരത്തിലേറിയ LDF ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ സമവായമുണ്ടാക്കി, ഭൂമി ഏറ്റെടുത്ത് നൽകി. ഇതല്ലാതെ ഈ അവകാശവാദം നമ്മളല്ലാതെ പിന്നെ ആരാണ് ഉന്നയിക്കാൻ വേണ്ടി കഴിയുക? ദേശീയപാത വികസനം സാധ്യമാക്കിയത് LDF ഗവൺമെന്റിന്റെ നിലപാട് കൊണ്ടാണ്. അല്ല VPP, വീണ്ടും ആ ഭാഗം താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. VPP, നമ്മൾ ഈ ചർച്ചയുടെ പ്രധാന ഭാഗത്ത് നിന്ന് താങ്കൾ പോയി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും താങ്കൾ അതിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് താങ്കൾ ആ നേരത്തെ പറഞ്ഞ ഭാഗങ്ങളെ റദ്ദ് ചെയ്യുന്നതല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പ്രശ്നത്തിന് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ ഇല്ലയോ എന്നതാണ്. ആ പോയിന്റിലേക്ക് താങ്കൾ വരുമോ ദയവായി? തീർച്ചയായിട്ടും ഇനി അതാണ് വരാൻ കഴിയുക. അപ്പൊ താങ്കള് നേരത്തെ മുഖ്യമന്ത്രി ഒരു അവകാശവാദം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മുഖ്യമന്ത്രി ഉന്നയിച്ച അവകാശവാദം ഈ പറഞ്ഞ വികസനം സാധ്യമാക്കിയത് ഇടതുപക്ഷമാണ്. 2, നിർമ്മാണത്തിലെ അപാകത. അവിടെ എവിടെയാണ് കേരളത്തിലെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിന്, പൊതുമരാമത്ത് വകുപ്പിന് ചുമതലയുള്ളത്? അതിന്റെ ഡിസൈൻ തയ്യാറാക്കുന്നതിൽ അവരുണ്ടോ? ഏതെങ്കിലും PWD എഞ്ചിനീയർ, അതിന്റെ ഒരു ഓവർസിയർ, അതിന്റെ ഒരു സബ് എഞ്ചിനീയർ എവിടെയെങ്കിലും ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ടോ? ഇതിന്റെ സൂപ്പർവിഷൻ, ഈ നിർമ്മാണ പ്രക്രിയയുടെ സൂപ്പർവിഷൻ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതിൽ റോൾ ഉണ്ടോ? ഇതിന്റെ കരാർ നൽകുന്നത്, ടെൻഡർ വിളിച്ച് കമ്പനികളെ തെരഞ്ഞെടുത്ത്, നിർമ്മാണ കമ്പനികളെ തെരഞ്ഞെടുത്ത് കരാർ നൽകുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിനോ കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ ഏജൻസികൾക്കോ അതിൽ റോൾ ഉണ്ടോ? ഇതിന്റെ നിർമ്മാണം, അതിന്റെ എല്ലാ സ്റ്റെപ്പുകളും ആരുടെ ചുമതലയിലാണ് നടക്കുന്നത്? അപ്പൊ നിർമ്മാണത്തിലെ അപാകതയാണ് ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണത്തിലെ അപാകതയ്ക്ക് ആരാണോ ആ ചുമതല നിർവഹിക്കുന്നത് അവരല്ലേ ഉത്തരവാദിയാവുക? അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അതിന്റെ ഡിസൈൻ തയ്യാറാക്കുന്നത് തൊട്ട് അതിന്റെ മെയിൻ്റനൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ നിർമ്മാണത്തിലുണ്ടായ അപാകതയുടെ ഉത്തരവാദിത്വം വരുന്നത്. ആ കാര്യമാണ് എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ ജനപ്രതിനിധികളും സർക്കാരിന്റെ ആളുകളും എല്ലാം ഒരു ഒറ്റ മിനിറ്റ് ശ്രീ VPP, അതായത് ഈ പാതയുടെ ഉയരം, അതിന്റെ അലൈൻമെന്റ്, അതെങ്ങനെ പോകണം എന്ന കാര്യങ്ങളിലൊക്കെയുള്ള ഒരു നിയന്ത്രണം ഈ താങ്കൾ പറഞ്ഞതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഉണ്ടെങ്കിലും പാതയുടെ നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങളിൽ, അതായത് അത് ആ നിർമ്മാണത്തിന് വേണ്ടി ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കണം, എങ്ങനെയാണ് നിർമ്മാണം നടത്തേണ്ടത്, അവിടുത്തെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ മനസ്സിലാക്കി കൃത്യമായി ഈ ചട്ടങ്ങൾ പാലിച്ചാണോ ഇത് നടപ്പാക്കുന്നത് എന്നതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്ക് തന്നെയാണോ? അങ്ങനെയാണോ താങ്കൾ പറഞ്ഞത്? NHAIക്കാണോ? അതോ PWD ബോർഡ് നൽകുന്ന ഡിസൈനിന്റെ അടിസ്ഥാനത്തിലാണോ ഈ നിർമ്മാണങ്ങൾ നടക്കുന്നത്? കരാറുകാരുടെയും അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിയുടെയും മാത്രം ഉത്തരവാദിത്തത്തിലാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത്? അതിലാണ് എനിക്ക് താങ്കളുടെ അഭിപ്രായം അറിയേണ്ടത്. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ മറ്റതിഥികളിലേക്ക് പോകും. തീർച്ചയായിട്ടും അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചുമതലയിലാണ്.
അതിനുള്ള ഷെഡ്യൂൾ പോലും ഇപ്പൊ കേരളത്തിലെ ഗോപികൃഷ്ണൻ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ PWD തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റുകളുണ്ട്, ഡിസൈനുകളുണ്ട്. ആ എസ്റ്റിമേറ്റുകൾക്ക് പോലും ആധാരമാക്കുന്നത് ഡൽഹി സംസ്ഥാനത്തുള്ള ഷെഡ്യൂളുകളാണ്. 2020 എപ്പോഴും അത് തന്നെയാണ്. നേരത്തെ 2018 കഴിഞ്ഞ വർഷം ഈ നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം പരിഗണിച്ചിട്ട് 2018 ഷെഡ്യൂൾ റേറ്റ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഡൽഹിയുടേതാണ്. അതാണ് കേരളത്തിലെ PWD പോലും ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുകയല്ല. കേരളത്തിലെ PWDയുടെ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കാൻ പോലും ഉപയോഗിക്കുന്നത് നമ്മൾ ആ ഡൽഹി ഷെഡ്യൂളാണ്. അത് വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ ലോക്കൽ ഷെഡ്യൂൾ വെച്ചിട്ട് തയ്യാറാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് മാത്രമാണ്. അത് നമ്മുടെ ലോക്കൽ ഷെഡ്യൂൾ ഓഫ് റേറ്റ് വെച്ചിട്ടാണ് കേരളത്തിൽ LSTDയുടെ തയ്യാറാക്കുന്നത്. കേരളത്തിലെ PWDയുടെ ഈ റോഡ് ഉൾപ്പെടെയുള്ളതിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഡൽഹിയുടേതാണ്. അത് സ്വീകരിക്കുന്നതിന് കാരണം ദേശീയ തലത്തിലുള്ള ഏജൻസികളെല്ലാം NHAI ഉൾപ്പെടെ ഇതാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളും അത് സ്വീകരിക്കുന്നത്. ആ നിലയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു തർക്കവും സംശയവും അക്കാര്യത്തിൽ വേണ്ട. താങ്കൾ പറയുന്നത് താങ്കൾ ഇപ്പൊ ഒരു PWD ബോർഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംവിധാനം തന്നെ നമുക്കില്ലല്ലോ. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റേ നമുക്കുള്ളൂ. അതിന് പുറത്തൊരു ബോർഡ് എന്ന് പറയുന്ന സംഗതി നമുക്കില്ല. പിന്നെ ചെയ്യുന്നത് എന്താ? ഈ നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവലോകന യോഗം അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അതിന് പങ്കെടുക്കുന്നത് ആരാ? അതത് ജില്ലയിലെ കളക്ടർമാർ, അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ പ്രൊജക്ടിലെ ഉദ്യോഗസ്ഥന്മാരാണ്, നിർമ്മാണ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെയാണ് നടത്തുന്നത്. അല്ലാതെ PWDയുടെ ഉദ്യോഗസ്ഥരെ വെച്ചിട്ടല്ല ഈ നാഷണൽ ഹൈവേ അതോ ശരി ഞാൻ വരാം. ശ്രീ പി ആർ ശിവശങ്കർ, ഈ കൂരിയാട് ഭാഗത്തുള്ള ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പരിശോധനകൾ, അപ്പൊ അതിന് വിദഗ്ധ സംഘം എത്തിയ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറമേക്ക് വരുന്ന ചില വിവരങ്ങൾ, ആ ഭാഗത്തുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന വയൽ പ്രദേശം, അവിടെ കളിമണ്ണാണ്. സ്വാഭാവികമായും അവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. അതായത് അവിടെ തൂണുകൾ ഉയർത്തിയിട്ടുള്ള ഒരു എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു. അവിടെ പൈലിംഗ് നടത്തി തൂണിട്ട് അതായിരുന്നു നടത്തേണ്ടിയിരുന്നത്, അവിടെ ഭൂപ്രതിക്ക് അനുസൃതമായിട്ട് നടത്തേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലോക്കുകൾ, ഈ സിമെന്റ് കട്ടകൾ ഇട്ടിരിക്കുന്നത് അത് ഏതാണ്ട് 16 മീറ്റർ വരെ നീളത്തിലേക്ക് ഇട്ടിരിക്കുന്നു. നിയമം പറയുന്നത് ചട്ടപ്രകാരം അത് 12 മീറ്ററാണ്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു തൂണോ ഒരു സ്ലാബോ വേണമെന്നാണ്. അപ്പോൾ അത് നിർമ്മാണത്തിലെ ചട്ട ലംഘനമാണ്. അപ്പോൾ അശാസ്ത്രീയമായ നിർമ്മാണം, അതിലെ കള്ളത്തരം പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇടിഞ്ഞു വീണതും വിള്ളലുണ്ടായതുമൊക്കെ. ദേശീയപാത അതോറിറ്റിയുടെ സൂപ്പർവിഷനിലായിരുന്നു ഇത് നടക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പിഴവുകളുടെ ഉത്തരവാദിത്വം അവർക്കാണ് എന്നാണ് ഇപ്പോൾ VPP മുസ്തഫ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ പിഴവിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? ഗോപീഷൻ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗോപീഷൻ ആദ്യത്തെ ഇതിൽ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്ന കൺസ്ട്രക്ഷനിൽ എത്ര അടിയാണ് ഇഷ്ടിക അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇഷ്ടിക വെക്കേണ്ടത്, അത്തരം കോൺക്രീറ്റ് തൂണുകൾ വെക്കേണ്ടത് എന്നുള്ള കാര്യം ഒരു ഭാഗത്തുണ്ട്. രണ്ട്, ഇപ്പോൾ അവിടെ ആ ഭാഗത്തുള്ള സോയിൽ അതിൻ്റെ പ്രോപ്പർട്ടി വെയിലും മഴയത്തും മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചില പ്രത്യേക സാഹചര്യത്തിൽ മഴ പെയ്യുമ്പോൾ ഈ സോയിൽ, അപ്പുറത്തെ കളിമണ്ണ് വളരെ സ്ട്രോങ് ആവുകയും ആ കാലഘട്ടത്തിലാണ് അവിടെ സോയിൽ ടെസ്റ്റ് നടത്തിയെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി വ്യത്യസ്തമാവുകയും മഴക്കാലത്ത് മാറുകയും ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ട്. ഇതെല്ലാം അതാത് കാലഘട്ടങ്ങളിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു സംശയവുമില്ല. അവിടെ തെറ്റുപറ്റുണ്ടെങ്കിൽ നടക്കണം, അന്വേഷണം വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതൊന്നും ഇതിന് ഇത്തരം തകർച്ചയ്ക്ക് നാഷണൽ ഹൈവേയുടെ ഒരു തകർച്ച വരുമ്പോൾ അതൊന്നും പറഞ്ഞല്ല അതിനെ മൂടി വെക്കേണ്ടത് എന്ന കാര്യം ഒരു സംശയവുമില്ല. ഞാനും അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ നടന്നത് നിയമപ്രകാരമാണോ? 3 ചോദ്യങ്ങളാണ് ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ അല്ലെങ്കിൽ പത്രപ്രവർത്തകനോ മുന്നോട്ട് വെക്കേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ചോദ്യങ്ങളുടെ ചോദിക്കാം. ഏറ്റവും പ്രധാനം, ഈ കൺസ്ട്രക്ഷൻ നടന്നത് നിയമപ്രകാരമാണോ അല്ലെങ്കിൽ ചട്ടപ്രകാരമാണോ ഇതുവരെയുള്ള കൺസ്ട്രക്ഷൻ നടന്നത്? അങ്ങനെയാണോ? 2, അതിൽ സാമ്പത്തിക നഷ്ടം ഏതെങ്കിലും സർക്കാരിന്, കേന്ദ്ര സർക്കാരിനോ കേരള സർക്കാരിനോ ജനങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ടോ? 3, സമയനഷ്ടം ഉണ്ടായിട്ടുണ്ടോ ഇതുകൊണ്ട്? ഈ 3 ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അതിൽ ഈ പറയുന്ന താങ്കൾ നേരത്തെ ചോദിച്ച കാര്യങ്ങൾ നിയമപ്രകാരം, അതല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ സമയത്ത് എന്തൊക്കെ നിയമങ്ങളാണോ അല്ലെങ്കിൽ അതിൻ്റെ പരിധിയിലാണോ വരേണ്ടത് അവയെല്ലാം നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടെൻഡറിനെ കുറിച്ച് പഠിക്കണം.
ഈ ടെൻഡറിൽ കൃത്യമായി പറയുന്നത് അതിൻ്റെ EPC പ്രൊജക്റ്റാണ് ഇത് ചെയ്യുന്നത്. അതായത് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ. ഇതാണ് ഒരു കമ്പനി, നാഷണൽ ഹൈവേ ഈ കമ്പനിയെ ഏൽപ്പിച്ചിട്ടുള്ളത്, KRN കമ്പനിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ എഞ്ചിനീയറിംഗ്, ഡിസൈന്, പ്രൊക്യൂർമെൻറ്റ്, ഇതിൻ്റെ ആവശ്യമായ പ്രൊക്യൂർമെൻറ്റും കൺസ്ട്രക്ഷനും ഇത് മൂന്നും ചെയ്യേണ്ടത് ഉത്തരവാദിത്വം ഈ പ്രത്യേക ഏരിയ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ്. KRN എന്നുള്ള KNR ഈ KNR കമ്പനി തെറ്റായി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം, KNRCL ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ്, ഒരു IAS കാരനാണ്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായി അതിനെക്കുറിച്ച് വേണമെങ്കിൽ കുറ്റം പറയാം. പക്ഷേ അത് എക്കണോമിക് ടൈംസ് പോലും നമുക്കറിയാം ഫോർച്യൂൺ 500 കമ്പനിയിൽ പെടുത്തിയ ഒരു ഭേദപ്പെട്ട കമ്പനിയാണ്. അത് കേരളത്തിൽ തന്നെ വാളയാർ വടക്കാഞ്ചേരി 53 കിലോമീറ്റർ സ്ട്രെച്ച് തീർത്തിട്ടുണ്ട്. കഴക്കൂട്ട മുക്കൂല ജംഗ്ഷൻ ഒരു 23 കിലോമീറ്റർ സ്ട്രെച്ച് തീർത്തിട്ടുണ്ട്. അവിടെയൊന്നും വലിയ കംപ്ലൈൻറ്റ് ഇല്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ RDSനെ പോലെ സംസ്ഥാന സർക്കാർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത RDSനെ പോലെയുള്ള ഒരു ബ്ലാക്ക് ലിസ്റ്റഡ് കമ്പനിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള കഴിഞ്ഞ വർക്കുകൾ, അതായത് ഇപ്പോൾ വാളയാർ വടക്കാഞ്ചേരി ഹെഡ് ഷെഡ്യൂൾഡിന് മുൻപ് തീർത്ത കമ്പനിയും കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ കമ്പനി എന്തുകൊണ്ട് ഈ കമ്പനി ഇവിടെ തെറ്റ് ചെയ്തില്ല എന്നല്ലാട്ടോ ഞാൻ പറയണേ. ഈ കമ്പനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കണം. 2, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുകൊണ്ട് സാമ്പത്തിക നഷ്ടം വരുന്നുണ്ടോ? ഇതാണല്ലോ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. ഈ EPC പ്രൊജക്റ്റിൻ്റെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ മുഴുവൻ ഡിസൈനിങ്ങും, ഇതിൻ്റെ ബേസിക് ഡിസൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനിങ്, പ്രൊക്യൂർമെൻ്റ് എല്ലാം ഈ കമ്പനിയുടെ ഡിസൈൻമെൻറ്റ് പ്രകാരമാണെങ്കിൽ ഇത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ബാക്കിയുള്ള തുക കൊടുക്കുന്നത്. അത് തന്നെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാരണ്ടി മേടിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, അത്തരം ഗ്യാരണ്ടി മേടിച്ചാൽ പോലും അടുത്ത 5 വർഷത്തേക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസ് അടക്കം ഇവരുടെ ഉത്തരവാദിത്തമാണെന്നും അപ്പോഴാണ് മുഴുവൻ പണി തീർക്കുന്നത്. അതായത് ഈ പണി കൺസ്ട്രക്ട് ചെയ്ത് നാഷണൽ ഹൈവേ ഏറ്റെടുത്താൽ പോലും അതിൻ്റെ 5 വർഷത്തെ മുഴുവൻ കോൺട്രാക്റ്റുകളും മെയിൻ്റെനൻസും ഈ കമ്പനി തന്നെ നടത്തണമെന്നാണ് ഈ എഗ്രിമെൻറ്റിൽ, ടെൻഡറിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ 5 വർഷത്തേക്ക് ഇതിൻ്റെ ഒരു ഇഷ്ടിക വീണു പോയാൽ, അല്ലെങ്കിൽ ഇവിടെ പൊട്ടു വീണാൽ ഈ കമ്പനിയാണ് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് ഈ കമ്പനിയുമായിട്ടുള്ള കരാർ സംബന്ധിച്ച കാര്യങ്ങളാണല്ലോ താങ്കൾ പറയുന്നത്. അതിലെ ഈ നിർമ്മാണ ചെലവിന്റെ 40% പാത പൂർത്തിയാക്കാൻ വേണ്ടി ആദ്യമേ നൽകും. അതിനുശേഷമുള്ള ബാക്കി വരുന്ന 60% അടുത്ത 15 വർഷം കൊണ്ട് നൽകും. ഇതാണ് ആ കമ്പനിയുമായിട്ടുള്ള കരാറിലെ വ്യവസ്ഥകൾ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഈ പാതയിൽ എന്തെങ്കിലും ഒരു പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർപ്പാക്കേണ്ട ഉത്തരവാദിത്വം കമ്പനിക്കാണ്, അതായത് നിർമ്മാണ കമ്പനിക്കാണ്. ഇത്രയും ഭാഗത്ത് ഞാനും താങ്കളോട് യോജിക്കുന്നു ശ്രീ PR ശിവശങ്കർ, ഞാൻ മനസ്സിലാക്കിയത് വെച്ച്. പക്ഷേ ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞ ഒരു വിവരണം താങ്കൾ കണ്ടല്ലോ. വയൽ നികത്താൻ വേണ്ടി അമിതമായി മണ്ണിട്ടത് മൂലമുള്ള സമ്മർദ്ദം കാരണം അടിത്തട്ടിലെ മണ്ണ് ഇളകി വയൽ മണ്ണ് തെന്നി വീണതാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ്. താങ്കൾ ഈ കമ്പനിയുടെ അതൊരു ബോണഫൈഡ് കമ്പനിയാണെന്നും അവർക്ക് നല്ല പ്രവർത്തന പരിചയ പാരമ്പര്യമുണ്ടെന്നും താങ്കൾ പറഞ്ഞു. ഞാനത് അംഗീകരിക്കുന്നു. അപ്പോൾ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ആ ഭൂപ്രകൃതിയിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മണ്ണ് പരിശോധന നടത്തി അവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയില്ലാത്തൊരു കമ്പനിയെയാണോ നമ്മളിത് ഏൽപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു കമ്പനിയുമായാണോ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്? ദേശീയപാതയിലെ പോരായ്മകൾക്ക് 5 വർഷം കൊണ്ട് പരിഹാരം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വവും ആ കമ്പനിക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ലല്ലോ ശ്രീ PR ശിവശങ്കർ. അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾക്കോ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾക്കോ ആര് സമാധാനം പറയും? പിന്നെ ഇതിലെ മേൽനോട്ട ചുമതലയിൽ നിന്ന് NHAയ്ക്ക് യാതൊരു ഇടപെടലും സാധ്യമല്ല എന്നാണോ ശ്രീ PR ശിവശങ്കർ താങ്കൾ പറയുന്നത്? അതായത് കമ്പനിയെ ഏൽപ്പിച്ചു, അവർ നടത്തട്ടെ, അവർ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ അത് യഥാവിധി കൃത്യമായ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊന്നും സൂപ്പർവൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം NHAയ്ക്ക് ഇല്ലേ? ഞാനതിൽ 2 കാര്യങ്ങളോടും താങ്കളോട് യോജിക്കുന്നു. ഒന്ന്, ആ പ്രദേശത്തുണ്ടായ ജിയോളജിക്കൽ ക്യാരക്ടർ അത് മാറിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതും അത്തരം മാറ്റങ്ങൾ നേരത്തെ തന്നെ ഈ കൺസ്ട്രക്ഷന് മുൻപേ തന്നെ കണ്ടുപിടിക്കേണ്ടതും ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഈ കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ കമ്പനിക്ക് ഒരു ബ്ലാങ്കറ്റ് ചെക്ക് നൽകുകയല്ല. അവർ പണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്നൊരു തെറ്റ് ചെയ്താൽ ആ കമ്പനിയെ തെറ്റിന് ഉത്തരവാദി തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അത് അന്വേഷിക്കേണ്ടത് ഒരു ടെക്നിക്കൽ ടീമാണ്. അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ കൺസ്ട്രക്ഷനിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ടോ, അതിൻ്റെ സോയിൽ ടെസ്റ്റിംഗ് സമയത്ത് തന്നെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഈ തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്താൽ പോരല്ലോ.
നമുക്ക് വേണമെങ്കിൽ അവരെ കുറ്റം പറഞ്ഞ് വേണമെങ്കിൽ പിന്മാറാം. പക്ഷേ ആ ജിയോളജിക്കൽ ക്യാരക്ടറിൻ്റെ പ്രശ്നങ്ങൾ പഠിഞ്ഞ് മനസ്സിലാക്കേണ്ടതും ആ കാര്യങ്ങളാണെന്ന് മാത്രമേ സൂചിപ്പിച്ചുള്ളൂ. കമ്പനിയെ തെറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ കമ്പനിക്ക് തന്നെയാണ്. കാരണം അതിൻ്റെ ഡിസൈൻ, ആ പ്രദേശത്തെ ഡിസൈനും കൊടുത്തത് കമ്പനി തന്നെയാണ്. അതുകൊണ്ട് ഒരു സംശയമില്ല, ആ കമ്പനി തന്നെയാണ് ഉത്തരവാദി, ഒരു തർക്കവുമില്ല. രണ്ട്, അത് കണ്ടുപിടിക്കേണ്ട ചുമതല നാഷണൽ ഹൈവേക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൺസ്ട്രക്ട് ചെയ്ത് തീർന്ന ഒരു ഫൈനൽ പോലും ഇത് എത്തുമ്പോഴല്ലേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ദിവസവും പോയി ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കാരണം കൺസ്ട്രക്ഷൻ്റെ ഭാഗത്ത് പാളിച്ചയുണ്ടായെങ്കിൽ അത് ഒരു പക്ഷേ ഇത് തീരുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ തീരുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ഇതുകൊണ്ട് സമയനഷ്ടം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനും കമ്പനി താങ്കളിപ്പോൾ വായിച്ചതുപോലെ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇത് എന്ന് കൺസ്ട്രക്ട് ചെയ്ത് തീരണം എന്ന് വ്യക്തമായി ടെൻഡറിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇനി 6 മാസവും കൂടെയുള്ളൂ. അപ്പോൾ ഇത്തരം സമയനിഷ്ഠ അത് പാലിച്ചില്ലെങ്കിൽ അതിൽ ടെൻഡറിന് പെനാൽറ്റി ഉണ്ട്. നമുക്കറിയാം, ഓരോ ദിവസത്തേക്കും ഇത്ര രൂപ പെനാൽറ്റി ഉണ്ട്. ഇത് റോഡ് കൺസ്ട്രക്ട് ചെയ്ത് ഇതിൻ്റെ ഫൈനൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ കൊടുക്കുന്ന ഡേറ്റ്സ് കൃത്യമായി അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റു തരത്തിലുള്ള വലിയ കലാമിറ്റിയോ നാച്ചുറൽ കലാമിറ്റി വന്നാൽ മാത്രമാണ് അതിൽ ടെൻഡറിൽ വേരിയേഷൻ വരുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം സൂചിപ്പിച്ചിട്ട് ഞാൻ ഒന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാലിലേക്ക് പോകും. അദ്ദേഹത്തിലേക്ക് എനിക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ, അതായത് ഈ കൂരിയാട് വയലിൽ കളിമണ്ണ് ആയതുകൊണ്ട് തന്നെ അവിടെ പൈലിംഗ് നടത്തി അവിടെ തൂണുകൾ ഇട്ട് അവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ വേണം എന്ന ആവശ്യം കമ്പനിയുടെ മുന്നിൽ അറിയിച്ചതാണെന്നും കമ്പനിയുടെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നതാണെന്നും എന്നാൽ കമ്പനി ഈ ആവശ്യങ്ങളെയോ ഈ നിർദ്ദേശങ്ങളെയോ മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല എന്നും കമ്പനിക്ക് മേൽ ഏതെങ്കിലും തരത്തിൽ ഈ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണെന്ന സമ്മർദ്ദം ചെലുത്താൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കഴിഞ്ഞില്ല എന്നുമുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. താങ്കൾക്ക് അതിന് മറുപടി പറയാനുണ്ടാകും, ഉറപ്പായും ഞാൻ അത് കേൾക്കും. പക്ഷേ ഞാൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് പോയ ശേഷം ഞാൻ താങ്കളിലേക്ക് സെക്കൻഡ് റൗണ്ടിൽ ഞാൻ വരും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്വത്തിലാണ് പാതാ നിർമ്മാണവും ദേശീയപാതാ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുക, പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതിനപ്പുറത്ത് ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള പിഴവുകളുടെ ഉത്തരവാദിത്വമോ ബാധ്യതയോ സംസ്ഥാന സർക്കാർ തലയിൽ ചുമക്കേണ്ടതില്ല എന്ന് ശ്രീ VPP മുസ്തഫ പറഞ്ഞു. കമ്പനി ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ആ കമ്പനിയെ ഏൽപ്പിച്ചു. അത് പൂർത്തിയായി കഴിയുമ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങൾ പരിശോധിക്കുമായിരുന്നു. ഓരോ ഘട്ടത്തിലും പരിശോധിക്കുക എന്നുള്ളത് വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് ശ്രീ PR ശിവശങ്കറും പറഞ്ഞു. എന്താണ് പ്രതിപക്ഷത്തിന്റെ ഈ വിഷയത്തിലെ നിലപാട്? ഗോപികൃഷ്ണൻ, എന്ത് സംഭവിച്ചാലും ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം അത് ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ കൂരിയാട് തെറ്റിപ്പോരുതല്ലോ, കൂരിയാട് ഈ സംഭവം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ ദിവസം വരെ ഈ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടാകുമ്പോൾ നോക്കൂ, വേനൽ മഴയിലാണ്, ഒരു വാഹനം പോലും ആ റോഡിലൂടെ പോകാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇത് തകർന്നു വീണിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ എല്ലാ ദിവസവും PR വർക്ക് നടത്തുകയും പാലത്തിലൂടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ PWD മിനിസ്റ്റർ, അദ്ദേഹം ഡ്രോൺ ഉപയോഗിക്കുന്നു, അവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു അങ്ങോട്ട് നീങ്ങുന്നു. നോക്കൂ, നമ്മളിപ്പോൾ ഈ കേരളത്തിൽ ഏതെങ്കിലും ന്യൂസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ അതിനിടയ്ക്ക് നമ്മൾ 15 പ്രാവശ്യം ഈ 20 മന്ത്രിമാരെയും കാണേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഈ റോഡിനെ കുറിച്ച് അറിയാത്ത മന്ത്രിമാർ പോലും എഴുതി വായിക്കുന്നു. അത് PR ഏജൻസിയുടെ സഹായത്തോടു കൂടി ഈ യൂട്യൂബിലൂടെ പരസ്യമായി തന്നെ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തങ്ങളുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആക്കാൻ ശ്രമിച്ച ഒരു പദ്ധതിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ VPP മുസ്തഫ പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞു, ഇവിടെ പിണറായി വിജയൻ വന്നതുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് 45 മീറ്ററിലേക്ക് ഇത് പോകാൻ സാഹചര്യം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ VS അച്യുതാനന്ദൻ 2010 ഞാൻ ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ട്, ഏപ്രിൽ മാസം 21-ാം തീയതി അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. ഞാൻ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞ ഒരു വാചകം മാത്രം ഒന്ന് കേൾപ്പിക്കാം. എല്ലാവരും 30 മീറ്റർ യാതൊരു കാരണവശാലും കൂട്ടരുത്. അങ്കമാലി മുതൽ അരൂർ ചേർത്തല വരെ നോക്കൂ, ഇപ്പൊ 30 മീറ്ററിലാണ് നല്ല റോഡ് ഇട്ടിരിക്കുന്നത്. ആ റോഡിന്റെ 2 സൈഡും കണ്ടാൽ തന്നെ അത് വെട്ടിമാറ്റിയാൽ തന്നെ 30-നും കുറയ്ക്കാൻ കഴിയുമെന്ന സ്ഥിതിയാണ് ഇപ്പൊ അതിന്റെ അനുഭവത്തിൽ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ സമയ ചുരുക്കമ്പോൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമായിരുന്നു VP മുസ്തഫ എന്നൊരു പ്രത്യേകം കേൾക്കണം. മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ പത്രസമ്മേളനമാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു പ്രതിനിധി സംഘത്തെയും കൊണ്ട് ഡൽഹിയിൽ പോയിട്ടുണ്ട്. ആ ഡൽഹിയിൽ പോയ ഡേറ്റ് കൂടി ഞാൻ താങ്കൾക്ക് പറയാം. 2010 ഏപ്രിൽ മാസം 21-ാം തീയതി ഡൽഹിയിൽ പോയിട്ടുണ്ട്. ആ ഡൽഹിയിൽ പോകുമ്പോൾ MA ബേബിയും M വിജയകുമാറും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യം താങ്കൾ മറക്കരുത്. അപ്പോൾ അത് മൻമോഹൻ സിംഗിനോട് പറഞ്ഞതും പിന്നീട് നമുക്കറിയാം, റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻറ്റ് ആക്ട് വന്നതിൻ്റെ പേരിൽ മാത്രം
ഇവിടെ ഇത്തരത്തിൽ ലാൻഡ് അക്വിസിഷൻ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ലാൻഡ് അക്വിസിഷന് അടിസ്ഥാനപരമായിട്ടുണ്ട് അത് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് വന്നത് തന്നെയാണ് 2013 അതിനുശേഷം ചട്ടവും അതിൻ്റെ ഓർഡിനൻസും ഒക്കെ വരാൻ സമയമെടുത്തു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോഴത്തേക്ക് 2 സർക്കാരുകളും മാറിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും ഈ എന്താ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റിലുള്ള കോൺട്രിബ്യൂഷൻ അത് എന്തുകൊണ്ടാണ് BJP ഉറപ്പിച്ച് പറയാത്തത്? സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാൻ BJPക്കും താല്പര്യമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ഏകദേശം 60,000 കോടി രൂപയിൽ കൂടുതലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ. ഇതിൽ വെറും 5,000 കോടി രൂപയുടെ അതും കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്ത് ലാൻഡ് അക്വിസിഷൻ്റെ 4/1 ലാൻഡ് അക്വിസിഷൻ്റെ മാത്രം 4/1 കൊടുത്തതിന് ശേഷം ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് മുഖ്യമന്ത്രിക്കും പിന്നെ മരുമകനുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ജാളിതയില്ലായ്മ, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കേട്ടുകൊണ്ടിരിക്കുന്നവർ വിശ്വസിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഒരു കാര്യം ഗോപികൃഷ്ണൻ ഉറപ്പ് പറയാമല്ലോ, ഈ പ്രോജക്റ്റിൽ കേരള സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു പൈസ പോലുമില്ല, മറിച്ച് ലാൻഡ് അക്വിസിഷൻ്റെ 1/4 സംസ്ഥാന സർക്കാർ കടമെടുത്ത് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. ഈ സംസ്ഥാനത്ത് തന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ കൊല്ലത്തെയും ആലപ്പുഴയിലെയും ബൈപ്പാസിൻ്റെ മുടങ്ങിക്കിടന്ന ബൈപ്പാസിൻ്റെ പണിയുടെ ആ കൺസ്ട്രക്ഷൻ പ്രോസസ്സിൻ്റെ നേരെ 50% സംസ്ഥാന സർക്കാർ കൊടുത്ത് നിർവഹിച്ചതാണ് ആലപ്പുഴയും കൊല്ലവും ഉൾപ്പെടെയുള്ള 2 ബൈപ്പാസുകൾ എന്ന കാര്യവും താങ്കൾ മറക്കരുത്. ഈ അവസരത്തിൽ നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. ഞാൻ ചോദിക്കുന്നത് ശരി, താങ്കൾ പറയുന്നത് ഈ ദേശീയപാത വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു, കേന്ദ്രം എന്ത് ചെയ്തു എന്നതാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത് ആ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന വിള്ളൽ, അതിൽ ഒരു ചെറിയ മഴയ്ക്ക് തന്നെ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിൽ. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അതിലേക്കൊന്ന് വരൂ. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഗോപികൃഷ്ണൻ ഈ VPP മുസ്തഫ പറഞ്ഞെല്ലാം കേട്ടുകൊണ്ട് എല്ലാം ശരിയെന്ന് ഈ കേൾക്കുന്നവർ വിശ്വസിക്കില്ലേ? ഞാൻ അദ്ദേഹം പറഞ്ഞതിന് മാത്രമല്ല മറുപടി പറഞ്ഞുള്ളൂ. ഞാൻ വസ്തുതയിലേക്ക് വരാം. ഇവിടെ നമ്മുടെ മുമ്പിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിന്നെ ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകുന്നു. പിന്നെ ഇവിടെ ബോർഡ് വെക്കുന്നു, സംസ്ഥാന സർക്കാർ പറയുന്നു ഞങ്ങളുടെ പ്രോജക്റ്റ്, സംസ്ഥാന സർക്കാർ PR ഏജൻസി നടത്തുന്നു. പിന്നെ ഇപ്പോൾ എന്താ നമ്മുടെ പിന്നെ VPP മുസ്തഫ പറഞ്ഞത്, ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് ഈ ചർച്ചയിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാചകം അതുപോലെ തന്നെ കുറിച്ചെടുത്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പങ്കുന്നേ? നിങ്ങൾക്ക് എന്ത് പങ്കുണ്ടായി? ഇപ്പോൾ പിന്നെ വഴിയെ പോയ വയ്യാവേലി എടുത്ത് തോളത്ത് വെച്ചതുപോലെയായി. തോളത്ത് വെച്ചെന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. ആ വയ്യാവേലി തോളത്തെടുത്ത് വെച്ചതുപോലെ ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പരസ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതിന് മറുപടി പറയേണ്ട അവസ്ഥ കൂടി മുഖ്യമന്ത്രിക്കും മരുമകനും വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. MP രാജേഷ് മടങ്ങി നിൽക്കുന്നതും മുഖ്യമന്ത്രി പോകാരുന്നതും പിന്നെ എന്താ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ വിഷയം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ടത് ഇങ്ങനെയാണോ? ഇതിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീഴ്ചകൾ വന്നത്? ആ വീഴ്ചകൾ വന്നതിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതില്ല. ഇവിടെ പിന്നെ നമ്മുടെ BJPയുടെ പ്രതിനിധി ശ്രീ ശിവശങ്കർ പറഞ്ഞു, ഇത് എന്ത് നഷ്ടമുണ്ടായാലും അത് കമ്പനി വഹിക്കുന്നത്. കോസ്റ്റ് എസ്കലേഷൻ പിന്നെ പ്രോസസ്സിലൂടെ ഇതിൻ്റെ ഇപ്പോൾ ചിലവാകാൻ പോകുന്ന, അതായത് ഈ ഇടിഞ്ഞു വീണതിന് ശേഷം ഇത് റീബിൽഡ് ചെയ്യുന്നതിന് ചിലവാകാൻ പോകുന്ന പൈസ പോലും കമ്പനി എഴുതിയെടുക്കും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അത് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിൻ്റെ വർക്കുകളായാലും പലപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. അതിന് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശിവശങ്കർ ആ പൈസ കൂടി ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി തന്നെ ആ കമ്പനി എഴുതിയെടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായിരുന്ന കോമൺ സെൻസിന്റെ പുറത്തുള്ള അവരുടെ പിന്നെ ആശങ്കകൾ, ആ ആശങ്കകൾ പോലും കേൾക്കാൻ ഇതിന്റെ ഉദ്യോഗസ്ഥരോ സർക്കാരോ തയ്യാറായില്ല എന്നുള്ളൊരു പ്രശ്നമല്ലേ? ഞാനും ചോദിക്കട്ടെ, സാധാരണക്കാർ എത്ര നാളമായി സമരത്തിലാണ്? അവർ പറഞ്ഞു എലിവേറ്റഡ് ഹൈവേ ഇവിടെ പ്രായോഗികമായിട്ടുള്ളൂ. ഈ പറയുന്നത് പോലെ എന്താ പറയുന്നത് 6 ബ്ലോക്കുകൾ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്താൽ പോലും അതിനകത്ത് ബെൽറ്റ് വാർക്കുന്നതുമായി നമ്മളൊരു വീട് വെച്ചാൽ പോലും എവിടെയൊക്കെയാണ് ബെൽറ്റ് വാർക്കാറുള്ളത്? അത് പിന്നെ ഫൗണ്ടേഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്, ചിലപ്പം പിന്നെ പല സ്റ്റേജുകളിൽ ചെയ്യാറുണ്ട്. അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാതെ പിന്നെ വ്യവസ്ഥാപിതമായുള്ള നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിനപ്പുറത്തേക്ക് സാധാരണക്കാർ ഈ പ്രോജക്റ്റ്, ഈ ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിരവധി തവണ അറിയിച്ചിട്ടുണ്ട്. മേധാ പർക്കറെ പോലെയുള്ളവർ പരസ്യമായി പ്രതികരണവുമായി വന്നിട്ടുണ്ട്. അവർ കുത്തിയിരുന്ന് സമരം ചെയ്തതിൻ്റെ പേരിലാണ് അവസാനം മുഖ്യമന്ത്രി അവരെ ഒന്ന് കാണാൻ തയ്യാറായത്. മുഖ്യമന്ത്രി അവർ കണ്ട ആശങ്ക അറിയിച്ചതിന് ശേഷവും മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? ഒരു ചർച്ചയുമില്ല, വിചാരിച്ചതുപോലെ നടക്കും. എന്താ, മരുമകനല്ലേ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ക്രെഡിറ്റ് മുഴുവൻ മരുമകനല്ലേ? അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് എതിർത്ത് പറയാൻ കഴിയുമോ? അപ്പോൾ ആ രീതിയിൽ പിടിവാശി മൂലം, മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പിടിവാശി മൂലം, അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പിടിവാശി മൂലമാണ് ഇത്രയും വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്തെ ടെക്നിക്കലായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഗോപികൃഷ്ണൻ ഒന്നേ ഉള്ളൂ,
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ റോഡിൻ്റെയൊക്കെ പണി തീർക്കണം അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഈ പറയുന്ന കമ്പനിയെ സംബന്ധിച്ചൊക്കെ തിരുവനന്തപുരത്ത് എത്രയോ റീച്ചുകൾ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ കമ്പനി KNRC അവർ എന്താ പറയുന്നത്, ഈ പിന്നെ അവരുടെ ഷെയർ മാർക്കറ്റിൽ അവരുടെ പിന്നെ ഓഹരികൾ വിൽക്കുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ ഷെയർ ഇത് ചെയ്തിട്ടുള്ള കമ്പനിയാണ്, ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അവരെയൊക്കെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ആരെങ്കിലും ഒന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? ഈ കമ്പനിയുടെ മേൽ മാത്രം വെച്ചാൽ തീരുമോ? കമ്പനി തോന്നുന്ന പോലെ കേരളത്തിൽ വന്ന് റോഡ് പണിച്ചിട്ട് അതാണ്, അതായത് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആരാണ് മറുപടി പറയേണ്ടത്? അതാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല താങ്കൾ പറഞ്ഞു. ആരെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം ഒക്കെ ഏറ്റെടുക്കണ്ടേ? ശ്രീ ഡിജോ കാപ്പൻ, ഈ സംഭവങ്ങൾ, അതായത് ഇപ്പോൾ ഈ കൂരിയാട് നടന്ന സംഭവം, പിന്നെ അതിന് പുറമെ ഈ ദേശീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അപകട ഭീഷണി നേരിടുന്ന ധാരാളം ഇടങ്ങളിൽ ആളുകൾ സമരത്തിലേക്കും പ്രതിഷേധത്തിലൊക്കെ പോകുന്നത്. ഇപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടിയിലെ കുഞ്ഞോട് മലയിലെ നിവാസികൾ സമരം തുടങ്ങിയിട്ട് കുറച്ചായി, അവരുടെ സമരം നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ അപകട സാഹചര്യം നിൽക്കുന്ന ഇത്തരം പാതകൾ ഉണ്ടാകുന്നത്. അപ്പോൾ വികസനത്തിൻ്റെ വലിയ മുഖമുദ്രകളായി ഇതൊക്കെ ഉയർത്തിക്കാട്ടുമ്പോൾ ഏത് നിമിഷവും ഇതിന് പിന്നിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടോ എന്ന് നമ്മളിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന സംഭവങ്ങൾ. താങ്കൾ ഇത് ആരുടെ ഭാഗത്തെ പിഴവായിട്ടാണ് കാണുന്നത്? ഇപ്പോൾ ജനപ്രതിനിധികൾ തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനൊരു ഈ പാടമൊക്കെ നികത്തി ഉയർത്തുന്നതിന് പകരം പാലങ്ങളൊക്കെ ഉള്ള ഒരു വയഡക്റ്റ് രീതിയാണ് ഇതിനകത്ത് വേണ്ടത്. ഇപ്പോൾ ഈ ശ്രീധരനെ പോലെയുള്ള എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് വയഡക്റ്റ് രീതിയാണ് വേണ്ടതെന്നാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഭൂപ്രകൃതി മനസ്സിലാക്കി സാധാരണ നിലയിൽ ഈ KNRC പോലെയുള്ള ഒരു കമ്പനി സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അപ്പോൾ എന്നിട്ടും ഈ പാകപ്പിഴകൾ വന്നത് എന്തുകൊണ്ടായിരിക്കാം? ആരുടെ ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആരോടാണ്? ശ്രീ ഡിജോ കാപ്പൻ. ഗോപീകൃഷ്ണ, ഞാൻ ഒരു പക്ഷത്തിൻ്റെ ആളല്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുസ്തഫായോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാനൊന്ന് പറയട്ടെ. ആരാണ് ഈ നാഷണൽ ഹൈവേ പണിയാൻ ഇത്രയും കാലം എല്ലങ്കോളിലിട്ടത്? ഇവിടെ ആദ്യത്തെ തർക്കം എന്തായിരുന്നു? ഇത് 30 മീറ്റർ മതിയോ 45 മീറ്റർ വേണോ? അത് പറഞ്ഞുകൊണ്ട് എത്രയോ കാലം തള്ളിവിട്ടു. അതിനുശേഷം ടോള് പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ സമരത്തിൽ ആരായിരുന്നു? അന്ന് ആകെ ഈ 30 പോരാ 45 മീറ്റർ വേണമെന്ന് പറഞ്ഞ 2 പൊതുപ്രവർത്തകരെ കേരളത്തിൽ അന്നുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ബഹുമാനപ്പെട്ട ജോസ് തെറ്റേൽ MLA, അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ആളായിരുന്നു. പിന്നെ അന്തരിച്ച PT തോമസും. ഇവരൊക്കെ പറഞ്ഞിരുന്നു കേരളത്തിൽ റോഡിൻ്റെ എണ്ണം, വീതി കുറയുന്നു, അല്ലെങ്കിൽ നീളം ആവശ്യത്തിന് കൂടുന്നില്ല, വാഹനങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നു, അതുകൊണ്ട് റോഡിന് വീതി വേണമെന്ന് പറഞ്ഞ 2 പൊതുപ്രവർത്തകരെ ഉണ്ടായിരുന്നുള്ളൂ. ആ വിഷയത്തിൽ ഞാൻ തിരിച്ചു വരാം. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവം ഉണ്ടായത്? ഇവിടെ കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന കുരിയാടിന് സമീപം 2:30 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 കുറേ ഭാഗം അടർന്നു വീഴുന്നു. അതിനുശേഷം അവിടുന്ന് തൊട്ടപ്പുറത്തെ 4 കിലോമീറ്റർ അപ്പുറേ മലപ്പുറം തലപ്പാറയ്ക്ക് സമീപം റോഡിൽ വിള്ളൽ കണ്ടെത്തി. അവിടെ രാമനാട്ടുകര വേങ്ങളം നാഷണൽ ഹൈവേയിൽ ബൈപ്പാസ് റോഡ്, സർവീസ് റോഡ്, അത് ഏതാണ്ട് 50 മീറ്ററോളം ദൂരത്തിലെ 20 സെൻറ്റിമീറ്റർ താന്നുപോയി. ആ റോഡ് തലേ ദിവസമാണ് പൂർത്തിയാക്കിയത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പഠിച്ചിടത്തോളം ഇത് നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ പല റീച്ചിൽ പല കോൺട്രാക്ടർമാരാണ്. ഈ റീച്ചിൽ മാത്രം ഒറ്റ മലയാളി ഉദ്യോഗസ്ഥന്മാരില്ലായിരുന്നു. അവരെല്ലാം വടക്കേ ഇന്ത്യയിലെ രീതിയിലാണ് ഈ റോഡിലെ മണ്ണിൻ്റെ ദൃഢത അളന്നത് മനസ്സിലാക്കിയതെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത്. അതായത് ഒരടി പൊക്കത്തിൽ മണ്ണിട്ടിട്ട് റോളർ കയറ്റി അത് ലെയർ കോമ്പാക്ഷൻ നടത്തി അതിൻ്റെ ഒരു സോയിൽ ടെസ്റ്റ് നടത്തിയിട്ടാണ് അടുത്ത ലെയർ മണ്ണിടേണ്ടത്. ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. ഇവിടെ ചെളിക്കകത്തോട്ട് കുറേ മണ്ണൂടെ ഇട്ടു. ആ മണ്ണൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മഴ പെയ്ത് കഴിഞ്ഞപ്പം ഈ ലോഡ് ഭാരവണ്ടി അങ്ങ് ചെന്ന് ഈ ലോഡ് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും 2 സൈഡിലോട്ട് ഈ മണ്ണങ്ങ് തള്ളിപ്പോയി. ഇതിൽ ആ നാട്ടുകാർക്ക് അവരുടെ നിർദ്ദേശങ്ങൾ വെക്കാനോ പരാതിപ്പെടാനോ ഇതിലെ അപാകതകൾ കണ്ടെത്തിയാൽ അത് മുന്നോട്ട് വെക്കാനോ എന്തെങ്കിലും ഒരു സംവിധാനമുണ്ടോ? അവിടുത്തെ ജനപ്രതിനിധികൾ ഇപ്പോൾ ഈ വയോഡക്റ്റ് സംവിധാനമാണ് വേണ്ടതെന്നൊക്കെ പറയുന്ന അവർ ആ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അവർക്ക് ഇടപെടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അല്ല, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അവിടെ പ്രാദേശികമായി രാഷ്ട്രീയ കക്ഷികളും അല്ലാതെയും ഒക്കെ ആളുകൾ ഈ ചെളിക്കകത്ത് ഈ മണ്ണ് കോരി ഇടരുത്, അങ്ങനെയല്ല ഇത് പണിയേണ്ടതെന്ന് പറഞ്ഞ് അവിടെ പ്രതിഷേധ ധർണയും ഒക്കെ നടത്തി.
ഇവിടെ ബഹുമാനപ്പെട്ട മുസ്തഫ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന് അധികാരമില്ലെന്ന്. അങ്ങനെ അധികാരമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചൊവ്വാഴ്ച കളക്ടർ വിളിച്ച യോഗത്തിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ പ്രോജക്റ്റ് 66-ന്റെ പ്രോജക്റ്റ് ഡയറക്ടറും ഒക്കെ അവിടെ വന്നല്ലോ? അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരം ഉണ്ടായിട്ട് തന്നെയാണ്. ഇപ്പം രാവിലെ ഉച്ചയ്ക്ക് 2:30 മണിക്കായിരുന്നത് കൊണ്ട് ഒരു മാരുതി കാർ മാത്രമേ അപകടത്തിൽപ്പെട്ടുള്ളൂ. അത് രാവിലെ ഒരു 10 മണി സമയത്തോ അല്ലെ വൈകിട്ട് 4-നും 6-നും ഒക്കെ ഇടയ്ക്കായിരുന്നു എങ്കിൽ ചിലപ്പോൾ എത്രയോ ജീവൻ അപകടത്തിലായേനെ. അപ്പം അങ്ങനെ കൈ ഒഴിയാൻ സംസ്ഥാന ഗവൺമെന്റിനോ നാഷണൽ ഹൈവേ അതോറിറ്റിക്കോ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ ബോധ്യം. ഇക്കാര്യത്തിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശീയരായ കുറച്ച് എഞ്ചിനീയർമാരും കൂടി ഈ റീച്ച് പണിയുന്നിടത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞു ഈ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു നഷ്ടവുമില്ലെന്ന്. നമുക്ക് നഷ്ടമുണ്ട്. അങ്ങൊന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം ഈ ടോൾ പിരിക്കുന്നത് തന്നെ ഇപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും ആ പീരീഡ് കഴിഞ്ഞിട്ടും ടോൾ പിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എത്രമാത്രം ഡിലേ ആകുന്നോ എല്ലാ വർഷവും 5% ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ ഇത് നീളും തോറും ഇത് ടോളുള്ള റോഡാണ്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ആ കാലത്ത് നേരത്തെ തീരേണ്ടിയിരുന്നതായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും തന്നെ ടോൾ കൊടുക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഓരോ വർഷം ചെല്ലും തോറും ടോളിൻ്റെ തുക കൂടി വരും എന്നുള്ളത് കൊണ്ടും ഈ പണിതിട്ട റോഡിൽ, അതായത് നമ്മൾ 40% പണം കൊടുത്തു, ഇനി ബാക്കി 60% ഈ ടോളിൽ നിന്ന് പിരിച്ചിട്ട് ഇവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും ഇവരുടെ കയ്യിൽ നിന്ന് ഈ പണി പൂർത്തിയാക്കി കഴിഞ്ഞ് യഥാസമയം പൂർത്തിയാക്കിയില്ലെങ്കിൽ നഷ്ടപരിഹാരം മേടിക്കും എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ ബന്ധപ്പെട്ട ഈ കമ്പനികളിൽ നിന്ന് ഇവിടെ ഗതാഗത യോഗ്യമായ റോഡിൽ വണ്ടി ഓടാത്തതിന് പെനാൽറ്റി മേടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇനിയുള്ള കോൺട്രാക്ട് സ്ഥലങ്ങളിലെങ്കിലും നല്ല നിലയിൽ നല്ല മെറ്റീരിയൽ ഇട്ട് റോഡ് പണിയുവാൻ അല്ല ശ്രീ ഡിജോ കാപ്പൻ, ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ ആദ്യത്തെ ഒരു ഇടവേളയിലേക്ക് പോകും. അതായത് ഒറ്റ കാര്യം, ഈ റോഡ് നിർമ്മാണത്തിന്റെ അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ, അതിന്റെ നിർമ്മാണ വസ്തുക്കൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അതിന്റെ ഗുണമേന്മ, അതിന്റെ ക്വാളിറ്റി അഷ്വറൻസ്, ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഇടപെടാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംവിധാനത്തിനോ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വെള്ളവും മണ്ണും ചെളിയുമൊക്കെ എടുത്ത് ഈ വയലിൽ നിന്നെടുത്ത മണ്ണെടുത്ത് അവിടെ ഉയർത്തിക്കെട്ടുമ്പോൾ അത് അശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് ബഹളം വെക്കാനുള്ള നാട്ടുകാരുണ്ടായിരുന്നു. അത് കേട്ടിട്ടില്ല. NHA ഇടപെട്ടിട്ടില്ല. വേറെ ഒരു സംവിധാനവും അവരൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഈ ബയോഡക്റ്റ് സംവിധാനമാണ് വേണ്ടത്, ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് വേണ്ടതെന്ന അഭിപ്രായമുണ്ടെങ്കിലും അതാരും ചെവിക്കൊണ്ടിട്ടില്ല. നിർമ്മാണത്തിൻ്റെ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഏതാണ്ട് ബോധ്യമാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിലെ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അത് ഓരോ ഘട്ടത്തിലും ഉറപ്പുവരുത്താൻ എന്തെങ്കിലും ഒരു സംവിധാനമുണ്ടോ? അതോ നാട്ടുകാർക്കൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ? അല്ല, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ യഥാസമയം ഇത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പറ്റിയതെന്താണെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മലയാളികളായ ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാരുണ്ടായിരുന്നത് കൊണ്ട് അവരെ വടക്കേ ഇന്ത്യയിലെ നിലയിലല്ല ഇവിടുത്തെ മണ്ണിൻ്റെ ഘടന എന്ന് ഈ അവർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന സഹ ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തി. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതെ വന്നതുകൊണ്ടാണ് ഇവിടെ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇത് ഇനി കൂടുതൽ അപകടം ഉണ്ടാവും. 12 മീറ്ററിൽ കൂടുതൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എലിവേറ്റഡ് ഹൈവേ വേണം. മുമ്പേ ഈ പറഞ്ഞതുപോലെ ഇവർ തന്നെ ഡിസൈൻ ചെയ്തു, ഇവർ തന്നെ എസ്റ്റിമേറ്റ് എടുത്തു. ആ ഡിസൈനിങ്ങിൽ തന്നെ ഇവർ IRCയുടെ നോംസ് അനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത്. IRCയുടെ നോംസ് അനുസരിച്ച് അത് സ്ട്രെങ്തൻ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ അവിടുത്തെ ഗാർഡനിങ്ങിന്, അവിടുത്തെ ലൈറ്റിങ്, ബോർഡ്, ഇതിനൊക്കെ നിശ്ചിത % തുക അലോട്ട് ചെയ്തിട്ട്, ഇതേ ഞാൻ മനസ്സിലാക്കുന്ന 60 കോടി രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോമീറ്ററിന്. അപ്പോൾ ഇവിടെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടത്ര പണം ചെലവഴിച്ചിട്ടില്ല. അത് ആ കമ്പനി ലാഭം ആക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് ആ കമ്പനിക്ക് ഇനിയിപ്പോൾ കൂടുതൽ തുക നഷ്ടം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനോട് ഒപ്പം തന്നെ ഈ അവിടുത്തെ സൂപ്പർവൈസിങ് ചാർജുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഇക്കാര്യത്തിലുള്ള വീഴ്ചയെക്കുറിച്ചുകൂടി അന്വേഷിക്കാൻ നിർമ്മാണ ഘട്ടത്തിൽ അധിക തുക, അതായത് നിർമ്മാണ വസ്തുക്കൾക്കോ മറ്റോ അധിക തുക വേണ്ടി വന്നാൽ, നിർമ്മാണ ചെലവ് കൂടുകയാണെങ്കിൽ അത് NHA നൽകണം എന്ന ഒരു വ്യവസ്ഥ കൂടി ഈ കരാറിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതിലെ അധിക തുക, അവർ 5 വർഷത്തെ ഇതിൻ്റെ കേടുപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഉത്തരവാദിത്തം അവർക്കാണെന്ന് പറയുമ്പോൾ തന്നെ നിർമ്മാണ ഘട്ടത്തിലെ അധികമായി വരുന്ന തുക
ഈ NHAIയിൽ നിന്ന് ഈടാക്കാൻ കഴിയും എന്ന ഒരു വ്യവസ്ഥ കൂടി കരാറിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ശ്രീ PR ശിവശങ്കരൻ ആ കാര്യങ്ങൾ അത് വ്യക്തമാക്കട്ടെ, അദ്ദേഹം ക്ലിയർ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. നമ്മുടെ കൺമുന്നിൽ നിന്നുകൊണ്ടാണ് ദേശീയപാത 66 ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് കണ്ടത്. തലനാരിഴയ്ക്ക് അപകടങ്ങളിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. എന്തുറപ്പിലാണ് ഈ ദേശീയപാതയിലൂടെ നാളെ നമ്മൾ വാഹനങ്ങൾ ഓടിച്ചു പോകാൻ പോകുന്നത് എന്നൊരാശങ്ക സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് അശാസ്ത്രീയമായ നിർമ്മാണ രീതികളോ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ അപാകതകളോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് ഉറച്ച പാത ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്ക് എന്ന കാര്യം കൂടി നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ പരിശോധിക്കുകയാണ്. ശ്രീ VPP മുസ്തഫ, കറക്റ്റായിട്ടുള്ള പോയിന്റുകൾക്കുള്ള താങ്കളുടെ മറുപടി. ഗോപീഷൻ, കേരളത്തിന്റെ പൊതുവികസനത്തിന് ദേശീയപാത വികസനം അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഏത് പാർട്ടിക്കാരായാലും തർക്കമുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ UDF ഗവൺമെന്റിന്റെ കാലത്തും ഇങ്ങനെയെല്ലാമുള്ള എക്സ്പ്രസ് ഹൈവേ ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകൾ ആലോചിച്ചത്. അപ്പൊ അതിന്റെ നിർമ്മാണത്തിൽ ഇപ്പൊ അപാകതയുണ്ടായി, പോരായ്മയുണ്ടായി. അതൊരു കക്ഷി രാഷ്ട്രീയ വഴക്കല്ലല്ലോ. പക്ഷെ ഇവിടെ ജ്യോതികുമാർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്, കോൺഗ്രസ് പ്രതിനിധി അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാ? മുഖ്യമന്ത്രിയും മരുമകനും 2 or 3 തവണ ഇതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്ന് പറഞ്ഞാൽ ജ്യോതികുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർക്ക് രാത്രി നല്ല ഉറക്കം കിട്ടണമെങ്കിലുള്ള സ്ലീപ്പിംഗ് പിൽസ് ആയിട്ട് മുഖ്യമന്ത്രി മരുമകൻ ഈ 2 പേരുകൾ വരികയാണ്. അല്ലാതെ അവർക്ക് ഉറക്കം കിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചർച്ചയിലും ഈ മുഖ്യമന്ത്രി മരുമകനും പറയുന്നത്. നിങ്ങൾ ഈ മുഖ്യമന്ത്രിയും മരുമകനും അവരുടെ PWDയും ഈ കേരളത്തിൽ 9 വർഷം കൊണ്ട് നിർമ്മിച്ച റോഡുകൾ ഏതെങ്കിലും തകർന്നോ? ഇടുക്കി ജില്ലയിൽ, വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാലവർഷക്കെടുതികൾ ഉണ്ടാകുന്ന ജില്ലകളാണല്ലോ. എത്ര റോഡുകൾ നവീകരിച്ച് അവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് പോയി എവിടെയെങ്കിലും അപകടതയുണ്ടായോ? എന്നാൽ UDF ഗവൺമെന്റിന്റെ കാലത്തെ അവസ്ഥ എന്താ? പാലാരിവട്ടം പാലം ആരുടെ കാലത്താണ് തകർന്നത്? മഴയിൽ തകർന്നതാണോ? മണ്ണിടിഞ്ഞിട്ട് തകർന്നതാണോ? വയലിൽ പണിതത് കൊണ്ട് തകർന്നതാണോ? ആരുടെ കാലത്ത് തകർന്നത്? എന്നിട്ട് അതിന്റെ 10 കോടി രൂപ പോയത് ഇവരുടെ UDFിലെ പാർട്ട്ണറായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ മുഖപത്രം ചന്ദ്രികയുടെ അക്കൗണ്ടിലേക്കല്ലേ? ED അന്വേഷണം വന്നില്ലേ? ഹൈദരാലി തങ്ങളെ ഉൾപ്പെടെ, അന്നത്തെ ലീഗിന്റെ പ്രസിഡന്റിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തില്ലേ? ഞാൻ പോയിട്ട് ഈ കക്ഷി രാഷ്ട്രീയ വർക്കായിട്ട് ഇത് മാറ്റുന്നില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് നിർബന്ധിക്കപ്പെടുകയാണ്. ഇനി എന്താ ഈ 2013 പിന്നെ UPA ഗവൺമെന്റ് നിയമം പാസ്സാക്കിയത് കൊണ്ടാണ് അത്രേ ഈ ലാൻഡ് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ നിയമം തേച്ചും പഠിക്കണ്ടേ അദ്ദേഹം? അതിലെ സെക്ഷൻ 105 പറയുന്നത് എന്താ? ഷെഡ്യൂൾ 4 ഒരു ഇനത്തിനും ഈ 2013 നിയമിക്കപ്പെടുന്ന നിയമം ബാധകമല്ല. ഏതാ ഷെഡ്യൂൾ 4? അതിലെ 7ാമത്തെ ഇനമാണ് നാഷണൽ ഹൈവേ. ദേശീയപാത ഉൾപ്പെടെയുള്ള ഷെഡ്യൂൾ 4 ബാധകമല്ലാത്ത 2013 UPA നിയമമാണത്രേ ഈ 2016 പിണറായി ഗവൺമെന്റ് വന്നിട്ട് ലാൻഡ് എടുക്കാൻ ഉപകാരമായത്. വസ്തുതകൾ വെച്ച് പറയണ്ടേ? ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്നത്? നടന്നില്ലല്ലോ. ഇപ്പൊ VSന്റെ പേര് ഉദ്ധരിച്ചു അദ്ദേഹം. VSന്റെ കാലത്ത് ഞാനത് പറഞ്ഞതല്ലേ, 2006-11 കാലത്ത് ചർച്ച നടന്നതാണ്. അതിന് മുമ്പുള്ള UDF ഗവൺമെന്റ് കാലത്തും അതിനുശേഷമുള്ള UDF ഗവൺമെന്റിന്റെ കാലത്തും നടന്നു. വീതിയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തത് കൊണ്ട് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആരംഭിക്കാൻ കഴിഞ്ഞത് എപ്പോഴാ? 45 മീറ്ററിൽ തന്നെ സ്ഥലം ഏറ്റെടുത്ത് നൽകി. ഒരു പ്രതിഷേധവും ഉണ്ടായില്ലല്ലോ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ 2016 ശേഷം. വളരെ കൃത്യമായിട്ട് ജനങ്ങൾ സഹകരിച്ചില്ലേ? അപ്പൊ പിന്നെ ആ അവകാശം LDF ഗവൺമെന്റിനല്ലാതെ മറ്റാർക്കാണ്? എന്നാൽ നിർമ്മാണത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇവിടെ അദ്ദേഹവും പറഞ്ഞല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഈ ഇന്നിപ്പോ ഒരു 3-4 മണിക്കൂർ മുമ്പ് ET മുഹമ്മദ് ബഷീർ മലപ്പുറം ജില്ലയിൽ, അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ നാശനഷ്ടം, അവിടുത്തെ MP ആണ്. അദ്ദേഹം പോയി കണ്ടത് ആരെയാണ്? ഗോപികൃഷ്ണൻ മുഖ്യമന്ത്രിയെയും മരുമകനെയാണോ അദ്ദേഹം പോയി കണ്ടത്? ET മുഹമ്മദ് ബഷീർ കത്തുമായിട്ട് പോയിട്ട് ഇന്ന് രാവിലെ കണ്ടത് നിതിൻ ഗഡ്കരിയെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചു, അദ്ദേഹം ഇതാ ഉറപ്പ് തന്നിരിക്കുന്നു, ടെക്നിക്കൽ ടീമിനെ അയച്ച് കേരളത്തിലെ ഈ 66 NH66 നിർമ്മാണത്തിൽ കരാർ കൊടുത്തതിൽ നിർമ്മാണത്തിൽ തകരാറുണ്ടോ പരിശോധിക്കും. ഇന്ന് മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. നേരത്തെ ശ്രീ ബിജോ കാപ്പൻ സൂചിപ്പിച്ചു. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ ഉപനേതാവ് ആ യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ആരെയാ അവിടെ കുറ്റപ്പെടുത്തിയത്? മുഖ്യമന്ത്രിയെയും മരുമകനെയും ആണോ? PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു, ഞാൻ പലതവണ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ പോയി കണ്ടു. ഇവിടെ വരുത്തേണ്ട ഡിസൈനിൽ വരുത്തേണ്ട മാറ്റം, നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതത് സമയത്ത്. എന്നാൽ NHAI അതിൽ ഇടപെട്ടില്ല. മുഖ്യമന്ത്രിയെയും മരുമകനെയും ഞാൻ കണ്ടു, ഇടപെട്ടില്ല എന്നല്ല PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ചില കോൺഗ്രസുകാരുടെ ഈ ഒരു എന്തിലും കക്ഷി രാഷ്ട്രീയം കൊണ്ടുവരിക എന്നതിനു പകരം സംസ്ഥാന ഗവൺമെന്റിനെ ക്രിയാത്മകമായി വിമർശിക്കാനുള്ളിടത്ത് വിമർശിക്കും. ഇവിടെ വസ്തുത അതായിട്ട് നിൽക്കുകയല്ലേ. അദ്ദേഹം MP രാജേഷും അതുപോലെ ഈ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡും പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് തകർന്നോ? ഇപ്പൊ മഴ പെയ്തില്ലേ?
ഈ പ്രശ്നങ്ങൾ ശരി, ഉണ്ടായില്ലേ? ശരി. ഏതെങ്കിലും ഒന്ന് തകർന്നോ? ശരി, ഞാൻ- അതുകൊണ്ട് കൃത്യമായിട്ട് കാണണം. ഒറ്റ മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ നിർമ്മാണ അപാകത എന്തുകൊണ്ട് സംഭവിച്ചു. ഗോപികൃഷ്ണൻ അവിടെ നിർമ്മാണ കമ്പനി പ്രശ്നം തന്നെയാണ്. നിങ്ങൾ നോക്ക്, തലപ്പാടി മുതൽ ചെങ്കട ഫസ്റ്റ് റീച്ച് അതാണ് കേരളത്തിൽ. ആ ഫസ്റ്റ് റീച്ചിൽ 95% പണി തീർന്നു. കാസർഗോഡ് നഗരത്തിലാണ് 24 ന്യൂസിൽ അത് വന്നതാണ്. ഒറ്റക്കല്ലിൽ തൂണിട്ട് 4.5 കിലോമീറ്ററിലുള്ള റോഡ് പാലം. ഒരിടത്തും പ്രശ്നമില്ലല്ലോ. കാസർഗോഡ് ആരാ നിർമ്മിച്ചത്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഏജൻസി നിർമ്മിച്ചു. ആ റീച്ചിൽ ഒരു പ്രശ്നവും ഇത്രയും മഴ പെയ്തിട്ടില്ല. അതിനിപ്പുറത്ത് മേഘാ കൺസ്ട്രക്ഷൻ തൊട്ട് ഇങ്ങോട്ട് നിർമ്മിക്കുന്നിടത്താണ് പ്രശ്നം. ആ മേഘാ കൺസ്ട്രക്ഷൻ ആണ് 1400 കോടി രൂപ ഇലക്ടറൽ ബോണ്ടിലൂടെ BJPയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തത്. ഇത് നമ്മൾ കാണണ്ടേ? അപ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് അമിതമായ താല്പര്യത്തോടു കൂടി കൊടുക്കാണ്ട് ആ ഊരാളുങ്കൽ പോലെ മത്സരിച്ചു വരുന്ന കമ്പനികളെ, ഈ കേരളത്തിലെ നല്ല കമ്പനികളെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ അതിനൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറം നൽകി ഊരാളുങ്കൽ എന്തോ ശ്രീ പി ആർ ശിവശങ്കറിന് മറുപടി പറയാനുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. ശ്രീ പി ആർ ശിവശങ്കർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഉത്തരേന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് കേരളത്തിന്റെ മണ്ണിന്റെ ഘടനയും അതിലെ മാറ്റങ്ങളെയും കുറിച്ച് പറഞ്ഞവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവർ ഈ സാധാരണ ഉത്തരേന്ത്യയിലെ പോലെ നിർമ്മാണ രീതികളുമായി മുന്നോട്ട് പോയി. ഒരു ഘട്ടത്തിലും ഇടപെടാൻ കഴിയാതെ നിൽക്കേണ്ടി വന്നു. NHAIയുടെ ഉത്തരവാദിത്വം ഇത് ഒരു കമ്പനിയെ ഏൽപ്പിച്ചു മാറി നിൽക്കുക എന്നുള്ളതല്ല. ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഓരോന്നിലും സൂക്ഷ്മമായ അതിൻ്റെ സൂപ്പർവൈസറി പവർ ഉപയോഗിച്ച് കാര്യങ്ങൾ നടപ്പാക്കുക എന്നതുകൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഏറ്റവും ഒടുവിൽ ശ്രീ VPP മുസ്തഫയുടെ ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി. ഗോപീഷൻ, ഇതിൽ പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങളുണ്ട്. ഒന്നിപ്പോൾ ശ്രീ ഡിജോ കപ്പൻ പറഞ്ഞ ഒന്നിനോട് ഞാൻ യോജിക്കുകയും മറ്റൊന്നിനോട് ഞാൻ വിയോജിക്കുകയും ചെയ്യുന്നു. ഒന്ന്, ഈ തദ്ദേശീയരായ എഞ്ചിനീയർമാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായേനെ എന്നുള്ള വാദമുഖം ശരിയാണ്. അത് പൂർണ്ണമായും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതേപോലെ തന്നെ ഈ എഞ്ചിനീയർമാർ ഫോളോ ചെയ്യേണ്ടത് അവിടെ റിസൾട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവിടെ ടെക്നോളജിക്കലി ഒരു സർവേ നടത്തുമ്പോൾ, സോയിൽ ടെസ്റ്റ് നടത്തുമ്പോൾ അവിടുത്തെ ജിയോളജിക്കൽ ക്യാരക്ടർ വെച്ചുകൊണ്ട് നടത്തുന്ന സർവേയും ആ സർവേയുടെ ഫലമായിട്ട് നിർമ്മിക്കുന്ന ഡിസൈനും അതാണല്ലോ ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തദ്ദേശീയരാണോ അത് ഹിന്ദിക്കാരാണോ എന്നുള്ളതുകൊണ്ട് പ്രശ്നമുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും തദ്ദേശീയരായ എഞ്ചിനീയർമാരുണ്ടെങ്കിൽ അവരുടെ മുൻകാല പരിചയമെല്ലാം ഇതിന് ഗുണകരമായെന്നുള്ള യാതൊരു തർക്കവുമില്ല. അത് യോജിക്കുന്നു. പക്ഷേ അതേപോലെ തന്നെ ജ്യോതികുമാറും ശ്രീ ഡിജോ കാപ്പനും പറഞ്ഞ കോസ്റ്റ് എസ്കലേഷൻ എന്നുള്ള ഒരു പോയിന്റ് ഈ ടെൻഡറിലില്ല. ഞാൻ വായിച്ചതാണ്, ഇനിയിപ്പോൾ ഞാൻ വിട്ടുപോയെന്ന് പറഞ്ഞുകൂടാ. ശ്രീ ഗോപികൃഷ്ണനും അത് വായിച്ചതാണ്. അതുകൊണ്ട് ഒരു ടെൻഡർ വരുമ്പോൾ ഒരു എമൗണ്ടിൽ ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞാൽ ടെൻഡർ റേറ്റ് ബൈൻഡിങ് ആണ്. അതുകൊണ്ട് അതിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന അധിക കോസ്റ്റ് വരില്ല. പക്ഷേ ഗോപികൃഷ്ണൻ തന്നെ അവസാനം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ടെൻഡറിൽ അധിക നിർമ്മാണം വന്നാൽ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷനോ അതിൻ്റെ വേരിയേഷനോ ബാക്കി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുള്ള കോസ്റ്റ് കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു കമ്പനി കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ തെറ്റായ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന അധിക ചെലവ് അത് കൂടില്ല. പക്ഷേ എക്സ്റ്റൻഷൻ, ഇപ്പോൾ ഒരു പ്രത്യേക സമയത്ത് അവിടുത്തെ അധികാരികളും അവിടുത്തെ ജനപ്രതിനിധികളും പറയുമ്പോൾ പ്രത്യേക ഒരു വഴി വെട്ടണമെന്നോ അല്ലെങ്കിൽ താഴേക്ക് ഒരു കോണിപ്പടി വെക്കണമെന്നോ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എക്സ്റ്റൻഷൻ വന്നാൽ അതിൻ്റെ കോസ്റ്റ് കൂടും എന്ന് മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ട് ആ പ്രശ്നമില്ല എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ നിർമ്മാണ തുകയുടെ അധിക തുക, അതും ഗോപികൃഷ്ണൻ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു. അധികം തുക വന്നു കഴിഞ്ഞാൽ അത് കമ്പനിയുടെ ബേർഡൻ തന്നെയാണ്. ഒരു ബൈൻഡിങ് ആണ്. ടെൻഡർ ബൈൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ മറ്റ് ടെൻഡർ അർപ്പിച്ച 10-15 കമ്പനികൾ ടെൻഡർ കൊടുത്തിട്ടുണ്ട്. ആ ടെൻഡർ കമ്പനികളും കേസിന് പോകുമല്ലോ. ഈ കമ്പനിക്ക് നിർമ്മാണത്തിൻ്റെ അപാകത കൊണ്ട് കൂടുതൽ പണം കൊടുത്തു എന്നുള്ള ഒരു വഴി ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനത്തെ 3 കാര്യങ്ങൾ പൊളിറ്റിക്കലാണ്. ഇപ്പോൾ നോക്കൂ, ഈ കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പല കമ്പനികളെക്കുറിച്ചുള്ള അപാകത വരുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ദേശീയപാതയുടെ ക്വാളിറ്റിയൊക്കെ. ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഡൽഹി വരെയൊക്കെ വണ്ടി ഓടിച്ചു വന്ന ഒരുപാട് പേരുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളില്ല. എന്നാൽ കൊങ്കൺ റെയിൽവേ, നമ്മൾക്കറിയാം, ഏറ്റവും പ്രമാദമായ ഏറ്റവും നല്ല ഒരു കൊങ്കൺ റെയിൽവേ പോലും മണ്ണിടിച്ചിലുകൾ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇത്തരം സംഭവിക്കാറുണ്ട്. അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു ഗവൺമെന്റിന്റെയോ ഒന്നും ഒരു കുറ്റമായി മാത്രമേ പറയരുത്. 2,
ഇദ്ദേഹം പറഞ്ഞ ഉരാലുങ്കൽ സൊസൈറ്റിയുടെ കൺസ്ട്രക്ഷൻ അല്ല, ഒരു മിനിറ്റ് കൂടി ഗോപീഷൻ, ഒറ്റ സെക്കൻഡ് കൂടി. ഉരാലുങ്കൽ ചെയ്തത് കാസർഗോഡ് മുതൽ കണ്ണൂർ വരെയാണ്. അവിടുത്തെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്കറിയാം, മണ്ണിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയാം. അത് ഇപ്പുറത്ത് അത് ഉണ്ടാവില്ല എന്നുള്ളതും അറിയാം. പിന്നെ ഒരു കാര്യവും കൂടി, ഇപ്പോൾ കുണ്ടന്നൂർ പാലമുണ്ടല്ലോ, ആ പാലം പണിത കമ്പനിയുടെയും സ്ഥിതി എന്താണ്? എന്തുകൊണ്ടാണ് അവിടെയും വിള്ളലുണ്ട്, 2 കുണ്ടന്നൂർ 2 പാലത്തും. ഒരൊറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, പൊതുജനങ്ങളുടെ മാത്രം, ഇതൊരു പക്ഷേ കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുണ്ട്, പൊതുജനങ്ങൾ പറയുന്നതനുസരിച്ച് കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റില്ല. ടെക്നിക്കലി ഹൈ എൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സാണ് പറയേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ്ലയിൽ തന്നെ ആ വൈറ്റ്ല പാലം വന്നപ്പോൾ മെട്രോ പാലം മുകളിലേക്കൂടെ പോയപ്പോൾ ആ പാലത്തിന് ഉയരം പോരെ എന്നും വണ്ടികൾ വന്ന ഇടിക്കുമെന്നൊക്കെ ഒരുപാട് ഫേസ്ബുക്കിൽ പോസ്റ്റുകളും അത്തരത്തിലുള്ള പൊതുജന കമന്റും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ശരിയല്ല. അല്ലല്ല ഞാൻ അവിടെ ശ്രീ പി ആർ ശിവശങ്കർ ചെറുതായിട്ടൊന്ന് ഞാൻ തിരുത്തുകയാണ്. പൊതുജനം നേരിട്ട് വന്ന് പറഞ്ഞ് അതിനനുസരിച്ച് കൺസ്ട്രക്ഷൻ മാറ്റണം എന്നുള്ളതാണല്ല. ആ അവിടുത്തെ പ്രദേശത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അവരുന്നയിക്കുന്ന ആശങ്കകൾ സ്വാഭാവികമായി പരിഗണിക്കേണ്ടതാണ്. മാത്രമല്ല അവർ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ ശ്രീധരനെ പോലെ ഒരു എക്സ്പേർട്ട് പോലും അവിടെ വയോഡക്റ്റ് ആണ് വേണ്ടിയിരുന്നത്, അങ്ങനെ ഒരു എലിവേറ്റഡ് ആയിട്ടായിരുന്നു അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു എന്ന അഭിപ്രായം പറയുന്നത്. അപ്പോൾ ആ നാട്ടുകാർക്ക്, ആ പ്രദേശവാസികൾക്ക് അവിടുത്തെ ഭൂപ്രകൃതിയിലുള്ള അവരുടെ അറിവും ജ്ഞാനവും ഒക്കെ അവർ ഒരുപക്ഷെ ഈ കാര്യങ്ങളിൽ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാകാം, അവർ ആ കാര്യങ്ങൾ നിർദ്ദേശങ്ങളായി മുന്നോട്ട് വെച്ചിട്ടുണ്ടാകാം. ആ അർത്ഥത്തിലാണ്, അല്ലാതെ പൊതുജനങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു കൺസ്ട്രക്ഷൻ കൊണ്ടുപോകണമെന്ന അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കളുടെ പ്രതികരണം. ഗോപീഷൻ, സമയ ചുരുക്കം പോലും ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ VPP മുസ്തഫ ഇത്രയും വേദന ഉണ്ടാകുന്നത്? ഈ സംസ്ഥാനത്ത് ഈ പ്രോജക്റ്റ് വന്നതിന് ശേഷം അനാവശ്യമായി ഇത് ഞങ്ങളുടേതാണ് എന്ന അവകാശം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമാണ്. താങ്കളുടെ തർക്കം തീർന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ PR വർക്കിൻ്റെ സഹായത്തോടുകൂടി നോക്കൂ, പാലത്തിൽ പോയി നിൽക്കുന്നു, കൈവരി കയറി നിൽക്കുന്നു, പാൻറ്റിട്ടിരിക്കുന്നു, കോട്ടിട്ടിരിക്കുന്നു, തലയിൽ തൊപ്പി വെച്ചിരിക്കുന്നു, മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു, ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അതിനെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ വരുമ്പോൾ ഇത് ഇടിഞ്ഞു വീണതിന് ശേഷം ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞതിനകത്ത് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഇപ്പോൾ ഇതിന് നാഥനില്ലാതെ ആയിരിക്കുകയാണ്. കേന്ദ്രത്തിനും വേണ്ട, സംസ്ഥാനത്തിനും വേണ്ട, ഇത് ഒരു കോൺട്രാക്ടറുടെ മാത്രം മിസ്റ്റേക്കായി മാറിയിരിക്കുകയാണ്. എത്ര വിരോധാഭാസമാണ് ഇത്തരം കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് നോക്കൂ, അദ്ദേഹം പറഞ്ഞു പാലാരിവട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, കൂളിമാട് പാലവും ഉണ്ടേ, അതും നമ്മൾ പറയേണ്ടി വരും. ഞാൻ തർക്കമൂലം അതിലേക്ക് പോകുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞു ഷെഡ്യൂൾ 4നെ സംബന്ധിച്ച്, ഷെഡ്യൂൾ 4 മാത്രമല്ല സെക്ഷൻ 15 വായിക്കണം. ഓർഡിനൻസ് ഇറക്കാനുള്ള അവകാശമുണ്ട് എന്ന കാര്യം കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുത്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ആക്ട് അനുസരിച്ചാണോ അതോ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് അനുസരിച്ചാണോ? ഞാൻ ആധികാരികമായി പറയുന്നു, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ സമയപരിധി മൂലം. ഏതായാലും ദേശീയപാത വികസനം എന്നത് ആരുടെ വികസന സ്വപ്നമായി അവതരിപ്പിക്കപ്പെട്ടാലും കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് അത് ഏറ്റവും സജീവമായി ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ട ഒന്നാണ്. അവിടെ അപകടം കൂടാതെ, ഭീതി കൂടാതെ യാത്ര ചെയ്യാൻ കഴിയുക എന്നത് ഇവിടുത്തെ ജനങ്ങളുടെ അവകാശവുമാണ്. അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള അപാകതകളും പിഴവുകളും ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ജനതയ്ക്ക് മുന്നിൽ ഒരു വ്യക്തി ഉണ്ടാകണം, ഒരു സംഘടന ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനത്തിൻ്റെ പാകപ്പിഴകൾ തിരുത്തപ്പെടേണ്ടതുമുണ്ട്. അത് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.